പറയും, NREM സ്ലീപ്പ് ഉണ്ട്, നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് ഉണ്ട്. ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള സ്ലീപ്പിൻ്റെ അവസ്ഥയാണ്. ഒരു അഡൾട്ടിൻ്റെ ഒരു സ്ലീപ്പ് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 90 മുതൽ 110 മിനിറ്റിൽ ആണ് ഒരു സൈക്കിള്. ഈ സൈക്കിളിൽ ഇതിൻ്റെ ഈ NREM സ്ലീപ്പിലാണ് സാധാരണ ആദ്യത്തെ ഉറക്കം തുടങ്ങുന്നത് അഡൾട്ടിൽ. ഈ NREM സ്ലീപ്പിൽ വന്നിട്ട് അത് സ്ലീപ്പിൻ്റെ തന്നെ 2-3 അവസ്ഥകളുണ്ട്. NREM സ്ലീപ്പിന് തന്നെ ഏറ്റവും ആദ്യം ഇപ്പോൾ നമ്മൾ ഉറക്കം പിടിച്ചു വരുമ്പോൾ നമുക്ക് അറിയാം നമ്മൾ ഉറക്കത്തിലോട്ട് പോകുമ്പോൾ ചില സൗണ്ടുകൾ വളരെ പെട്ടെന്ന് നമ്മൾ ഉണർത്താൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിന് N1 എന്ന് പറയും. ഇതിന് കുറച്ചും കൂടി ഡീപ്പറായിട്ടുള്ളൊരു ഒരു അവസ്ഥയിലോട്ട് പോകും, അതിന് N2 എന്ന് പറയും. പിന്നെ വളരെ ഡീപ്പായിട്ടുള്ള സ്ലീപ്പ്, അതാണ് N3 എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ഉണർത്താൻ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ അതിനുള്ള എന്തെങ്കിലും ഇത് ചെയ്താൽ നമ്മൾ ഉണർത്താനുള്ള ശ്രമം നടത്തിയാൽ മാത്രമേ നമുക്ക് ഉണർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു 3 സ്റ്റേജുണ്ട്. ഈ സ്റ്റേജ് വീണ്ടും നമ്മൾ വന്നിട്ട് REM സ്ലീപ്പിലോട്ട് പോകും. REM സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഐ മൂവ്മെൻറ്റ് കുറവായിരിക്കും, പക്ഷേ ഈ സമയത്ത് ബ്രെയിൻ ആക്ടിവിറ്റി കൂടുതലാണ്. അതേസമയത്ത് മസിലിൻ്റെ ആക്ടിവിറ്റി, മസിൽ വളരെ പാരലൈസ്ഡ് ആണ്. ഇതാണ് ഈ REM സ്ലീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലുള്ളതുണ്ട്. ഇതിൽ ഒരു സ്റ്റേജിൽ ഈ NREM സ്ലീപ്പാണ് ഏറ്റവും ഡീപ്പ് സ്ലീപ്പ് എന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ ഈ സ്റ്റേറ്റിലാണ് നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. ഒരു സ്ലീപ്പിൻ്റെ ഒരു ഏകദേശം 75-80% നമ്മൾ മൊത്തം ഉറങ്ങുന്നതിൻ്റെ 8 മണിക്കൂർ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ ഈ ഏകദേശം ഒരു 75-80% സ്ലീപ്പ് നമ്മൾ ചിലവഴിക്കുന്നത് ഈ ഒരു ഇതിലാണ്, ഈ ഒരു NREM സ്ലീപ്പിലാണ്. ഈ REM സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 20% അല്ലെങ്കിൽ 25% നമ്മൾ ഇതിനകത്ത് ചിലവഴിക്കുന്നത്. ഇതിൽ തന്നെ ഈ സ്ലീപ്പിൻ്റെ ഏറ്റവും ആദ്യം ഒരു 1/3 രാത്രിയുടെ ആദ്യ യാമങ്ങളിലാണ് ഈ NREM സ്ലീപ്പ് ഉള്ളത്. REM സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഭാതത്തിൻ്റെ ആ ഒരു ലാസ്റ്റ് 1/3 ഈ REM സ്ലീപ്പ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഒന്ന്. പക്ഷേ കുട്ടികളിൽ ഇതിലൊരു പ്രത്യേകത ഉണ്ട്. കുട്ടികളിൽ ഇപ്പോൾ ജനിച്ച കുട്ടി എന്ന് പറഞ്ഞാൽ REM സ്ലീപ്പാണ് കൂടുതലുള്ളത്. ഏകദേശം ഒരു പ്രിമേച്ചർ ആണെങ്കിൽ 60% സ്ലീപ്പ് REM സ്ലീപ്പാണ്. അതായത് നമ്മൾ വലിയവരിൽ 20% ഉള്ളത്, കുട്ടികളിൽ പ്രിമേച്ചർ ആണെങ്കിൽ 60%, ഒരു ടേം ആയിട്ടുള്ളതാണെങ്കിൽ 50%. ഏതായാലും പകുതി ഒരു സ്ലീപ്പിൻ്റെ ഒരു സൈക്കിളിൽ പകുതി നമ്മൾ ചിലവഴിക്കുന്നത് REM സ്ലീപ്പിലാണ്. ഒരു 6 മാസം വരെ ഉള്ളത്. പിന്നെ ഗ്രാജുവലായിട്ട് നിങ്ങൾ കുറഞ്ഞു വന്നിട്ട് നമ്മൾ NREM സ്ലീപ്പിലോട്ട് പോകും, പക്ഷേ അതൊരു 6 മാസം കഴിയണം. ഇതാണ് കുട്ടികളിലുണ്ടാകുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ കുട്ടികളിൽ വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത്, കുട്ടികൾ സാധാരണ നമ്മൾ ഉറങ്ങുമ്പോൾ ഈ NREM സ്ലീപ്പിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആദ്യം വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു ഉറക്കം, അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഡീപ്പായിട്ട്, പിന്നെ കുറച്ചും കൂടി ഡീപ്പറായിട്ടുള്ളൊരു സ്ലീപ്പ്. ഈ ഒരു സ്ലീപ്പിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ 2 സ്ലീപ്പിൽ കുട്ടികളിൽ ആദ്യത്തെ ഒരു 6 മാസം എന്ന് പറയുന്നത് REM സ്ലീപ്പിലോട്ടാണ് പോകുന്നത്. വലിയവരിലാണെങ്കിൽ നേരെ നമ്മൾ തിരിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ഒരു വ്യത്യാസം. അപ്പോൾ ഇതിനൊക്കെ വേറെ വിവിധ കാരണങ്ങളുണ്ട്. കുട്ടികളിൽ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ വളരെ എക്സ്റ്റെൻസീവായിട്ട് ഇപ്പോൾ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കാരണങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതാണ് ഇപ്പോൾ ഈ ഒരു ഇതിൽ. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ സ്ലീപ്പ് എന്ന് പറയുന്നത്. ഡോക്ടർ, ഇപ്പം REM സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ അത് റാപ്പിഡ് ഐ മൂവ്മെന്റ്. അപ്പോൾ കുട്ടികളിൽ ഇത് വളരെ കോമൺ ആയിട്ട് ഒരു 6 മാസം വരെ ഉള്ളത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇവർ ഈ സ്വപ്നം കാണുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുമായിട്ട് അതെ, അല്ല അതുണ്ട്. അതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു കാര്യം നോക്കാം, എന്തുകൊണ്ട് ഇപ്പോൾ കുട്ടികളിൽ ഇപ്പോൾ ഈ ഒരു പാറ്റേൺ ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ ഒരു REM സ്ലീപ്പ് കുട്ടികൾ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പാണ് കുട്ടികളിൽ ഏറ്റവും ആദ്യം, പ്രത്യേകിച്ച് ജനിച്ച കുട്ടികൾ 6 മാസം കഴിയുമ്പോഴത്തേക്കും ഏകദേശം അഡൽട്ടിൻ്റെ പോലെ തന്നെ NREM സ്ലീപ്പ് കുട്ടികളിൽ കൂടി വരും. പക്ഷേ ഇത് എന്തുകൊണ്ടാണെന്നല്ലോ. അതേപോലെ തന്നെ സ്ലീപ്പ് സൈക്കിൾ ഞാൻ പറഞ്ഞില്ല. ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു REM അഡൽട്ടിലാണെങ്കിൽ ഇപ്പോൾ NREM സ്ലീപ്പിലോട്ട് പോകുന്നു, പിന്നെ REM സ്ലീപ്പിലോട്ട് പോകുന്നു, വീണ്ടും NREM. ഇതൊരു സൈക്കിളാണ്. ഇതൊരു 90 മുതൽ 110 മിനിറ്റാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. കുട്ടികളിലാണ് ഈ സൈക്കിൾ കുറച്ച് കുറവാണ്, 60 മിനിറ്റൊക്കെ ഉള്ളൂ. 50-60 മിനിറ്റാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ കുട്ടികളിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഏറ്റവും ഫാസ്റ്റായിട്ട് നടക്കുന്ന ആദ്യത്തെ 3 മാസമാണ്. ഈ 3 മാസത്തിൽ കിട്ടും മൈലിനേഷൻ, ഇതൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഈ REM സ്ലീപ്പ് എന്നുള്ള പല പഠനങ്ങളും തെളിയിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഒരു ജനിച്ച കുട്ടി എന്ന് പറയുന്നത് ഒരുപാട് സമയം കിടന്ന് ഉറങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു 18 മണിക്കൂർ 20 മണിക്കൂറൊക്കെയാണ് ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ കുട്ടി ഉറങ്ങുന്നത്. അത് ഗ്രാജുവലായിട്ട് ഈ സമയം ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഇതിൻ്റെ ഈ കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെ ആവശ്യമാണ് ആദ്യത്തെ ഈ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ. അത് ഗ്രാജുവലായിട്ട് നമ്മൾ ഒരു അഡൽട്ട്ഹുഡിലോട്ട് വരുമ്പോൾ ബ്രെയിൻ്റെ മെച്യൂരിറ്റി കുറച്ചെങ്കിലും ഉണ്ടാകുന്നതുകൊണ്ട് സ്ലീപ്പ് പാറ്റേണും വ്യത്യാസം വരും. അതാണ് ഉണ്ടാകുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ ജനിച്ച കുഞ്ഞുങ്ങൾ ഒരു 16 തൊട്ട് 20 മണിക്കൂർ വരെ ഉറങ്ങുന്നത്. അപ്പം അതെങ്ങനെയാണ് ഓരോ ഏജ് വളർന്നോടെ അത് കുറഞ്ഞു വരും? അതിന്റെ കണക്ക് എങ്ങനെയാണെന്ന് പറയുമോ? ഇപ്പോൾ ജനിച്ച കുട്ടി ഒരു 18-20 മണിക്കൂർ ഉറങ്ങുന്നു. ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും അതൊരു 14 മണിക്കൂർ ആവുന്നു. ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു വയസ്സ് 2 വയസ്സാകുമ്പോഴത്തേക്കും 11 മണിക്കൂറാവും. അവിടുന്ന് അങ്ങോട്ട് ഒരു പ്രീ സ്കൂൾ ഏജിലുള്ള കുട്ടികൾ ശരിക്കും ഒരു 10 മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ഒരു അഡൽട്ട് ആണെങ്കിലും ഒരു 6 to 8 hours ഉറങ്ങിയിരിക്കണം. അതിന് വളരെ ഉറക്കം എന്ന് പറയുന്നത് നമ്മൾ ഒരു റെസ്റ്റ് തന്നെയാണ്. പക്ഷേ അതിലപ്പുറം
ഈ ഉറക്കത്ത് കൊണ്ട് ഒരുപാട് നമ്മുടെ ശരീരത്തിന് ബ്രെയിനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. കുട്ടികളിലാണെങ്കിൽ പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ പഠനത്തിനും ഇതിനൊക്കെ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഉറക്കത്തിലുണ്ട്. അപ്പോൾ അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെയും വ്യായാമം ചെയ്യുന്ന പോലെയും ഒക്കെ അത്രത്തോളം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഡോക്ടർ സ്ലീപ്പ് ഡിസോർഡറിനെ കുറിച്ച്, കുട്ടികളിൽ സ്ലീപ്പ് ഉറക്കക്കുറവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കുട്ടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം എന്നാണ് ഡോക്ടർ ഇവിടെ നമ്മളോടൊപ്പം നെക്സ്റ്റ് 1 മണിക്കൂർ ഇവിടെ ഉണ്ടാവുന്നതായിരിക്കും. വിളിക്കേണ്ട നമ്പർ 052-946-2343. ഡോക്ടർ, അപ്പം ഉറക്കത്തിൽ ബാധിക്കുന്ന ഏതൊക്കെ പ്രശ്നങ്ങളാണ് കുട്ടികളിൽ ഉറക്കത്തിൽ ബാധിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ് കണ്ടുവരുന്നത്? ഈ ഉറക്കം അപ്പം നമ്മൾ പറഞ്ഞു ഉറക്കത്തിൻ്റെ അതെ, ഇപ്പോൾ ഈ ഉറക്കത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് ആദ്യം വേണ്ടി ചർച്ച ചെയ്യാം. ഇതിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 2 തരത്തിലുള്ള സ്ലീപ്പാണുള്ളത്. ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു അഡൾട്ട് പാറ്റേൺ സ്ലീപ്പിലോട്ട് കുട്ടികൾ വരുന്നു. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ വരുന്നത് NREM സ്ലീപ്പാണ്. NREM സ്ലീപ്പ് എന്ന് പറയും, NREM സ്ലീപ്പ്, നോൺ REM സ്ലീപ്പ് എന്ന് പറയും. ഇതാണ് ഏറ്റവും ആദ്യം ഉണ്ടാകുന്നത്. ഇവിടെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ബ്രെയിൻ, ഇവിടെ ഇതിനകത്ത് ഉണ്ടാകുന്ന ഡിസോർഡർ പല ഇതുണ്ട്. ഈ മസിൽ ആക്റ്റീവാണ്, ബ്രെയിൻ കുറച്ച് റെസ്റ്റിംഗ് ഇതിലാണ്. ഈ സമയത്ത് കുറച്ച് ഡിസോർഡേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നുണ്ട് കാണുന്നത്. അപ്പോൾ ഈ 2 സമയത്ത് വരുന്ന NREM സ്ലീപ്പിലും REM സ്ലീപ്പിലും ഡിസോർഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിൽ ഈ NREM സ്ലീപ്പിലുണ്ടാകുന്നതാണ്. ഇപ്പോൾ ചില കുട്ടികൾ ഈ നൈറ്റ് ടെറർ എന്ന് പറയും. കുട്ടികൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് കരയും. കരഞ്ഞ് ചിലപ്പോൾ ബെഡിൽ നിന്ന് എണീറ്റ് കുറച്ച് എന്തെങ്കിലും കണ്ട് പേടിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേടിപ്പെടുത്തുന്ന സാധനത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന പോലെ കുട്ടിയെ കുറച്ച് ഇത് ചെയ്യും. അതുമാത്രമല്ല, ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റ് ചില ഇതും കൂടി കാണാൻ പറ്റും. കുട്ടി വളരെ വിയർക്കുക, ഹാർട്ട് ബീറ്റൊക്കെ വളരെ കൂടിയിട്ടുണ്ടാവും, ശ്വാസഗതി കൂടിയിട്ടുണ്ടാവും, കണ്ണൊക്കെ ഇങ്ങനെ വളരെ, നമ്മുടെ കൃഷ്ണമണി നോക്കുകയാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ വൈഡായിട്ട് നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ വരും. പക്ഷേ നമുക്ക് ഒരു നിലക്കും കുട്ടിയെ കൺസോൾ ചെയ്യാൻ സാധിക്കില്ല. കുട്ടിയെ ഒരു നിലക്കും നമുക്ക് കൺസോൾ ചെയ്യുമ്പോൾ കുട്ടിയെ വിളിച്ചുണർത്താന്ന് പറഞ്ഞാലും കുട്ടിയെ കൺസോൾ ചെയ്യാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കരച്ചിലായിരിക്കും. ഒരു 20-30 മിനിറ്റ് ചിലപ്പോൾ ഇത് സംഭവിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം കുട്ടി തന്നെത്താൻ ഉറങ്ങും. പക്ഷേ അടുത്ത ദിവസം നമ്മൾ വിളിക്കുമ്പോൾ ഈ കുട്ടിക്ക് ഇതിനെപ്പറ്റി ഒരു ഓർമ്മ ഉണ്ടാവില്ല. ഇത് ഈ സാധാരണ NREM സ്ലീപ്പിലുണ്ടാകുന്ന ഒരു സ്ലീപ്പ് ഇതാണ്, പാരാസോംനിയ എന്ന് പറയും. ഇത് സ്ലീപ്പിൽ വരുന്ന ചില ബിഹേവിയറൽ ചേഞ്ചസ് ആണിത്. പിന്നെ മറ്റൊന്ന് ഈ സ്റ്റേജിൽ തന്നെ വരുന്ന NREM സ്ലീപ്പിൽ വരുന്ന മറ്റൊന്നാണ്. ഡോക്ടർ, അതിന് മുന്നേ നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ? ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. പേര് പറയൂ. പേര് സുപ്രിയ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്, പറയൂ. അതെ, ഞാൻ എന്റെ മകൾക്ക് വേണ്ടിയായിരുന്നു. അവളിപ്പോ 10th പഠിക്കുന്നത്. അപ്പൊ എത്ര മണിക്കൂർ സ്ലീപ്പ് വേണം? അങ്ങനെ സ്ലീപ്പ് സാധാരണ ഇപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടികൾക്ക് ഒരു 8 hours സ്ലീപ്പ് വേണം, 6 to 8 hours വേണം. അതിപ്പോൾ ഇവിടെ ഈ പ്രത്യേകിച്ച് നമ്മുടെ UAE ജീവിക്കുന്ന പല കുട്ടികൾക്കും അത്രയും സ്ലീപ്പ് ലഭിക്കാറില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഇതിൽ ഈ എന്തിനാണ് ഇത്രയധികം നമ്മൾ ഉറങ്ങുന്നത്, അല്ലെങ്കിൽ ഉറങ്ങേണ്ട കാര്യം നമ്മൾ കുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇതിനുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയും വേണം. ഒന്ന്, ഈ ഒരു അഡോളസെന്റ് ഏജ് ഗ്രൂപ്പ്, 10ാം ക്ലാസ്സിലല്ലേ കുട്ടി പഠിക്കുന്നത്? അവൾക്ക് എത്ര വയസ്സായി? ഇപ്പോൾ 14, 15, എത്ര വയസ്സായിട്ടുണ്ട്? അപ്പൊ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് സാധാരണ അവർക്ക് ഉറക്കം കുറച്ച് കുറവാണ്. അവരുടെ ആ ഒരു അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിൽ വരുന്ന ചില മാറ്റങ്ങൾ കാരണം അവർക്ക് സ്ട്രെസ്ഡ് ആണ്, അവരുടെ ശരീരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസ് വരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ഇൻഡിപെൻഡൻസിൻ്റെ ഒരുപാട് കോൺഫ്ലിക്ട്സ് അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സമയമാണിത്. ഈ സമയത്ത് അവർക്ക് ഉറക്കം കുറച്ച് കുറവായിരിക്കും. ഉറക്കം കുറവാന്ന് വെച്ചാൽ ഇവർ രാത്രിയിൽ ഉറങ്ങാനുള്ള സമയം നേരത്തെ പിടിച്ച് കെടുത്തിയാലും അവർ ഉറങ്ങില്ല, അല്ലെങ്കിൽ ഉറങ്ങാനുള്ള ഒരു ഇത് അവർ ബൈ നേച്ചർ അങ്ങനെ ഉണ്ട്. പക്ഷേ അതിന് നമ്മളൊരു സ്ലീപ്പ് ഹൈജീൻ നമുക്ക് വേണം. അതായത് സ്ലീപ്പ് കുട്ടീനെ ഇന്ന സമയത്ത് ഉറക്കുക, ഇന്ന സമയത്ത് വിളിച്ചുണർത്തുക, സ്കൂളുള്ള ദിവസമാണെങ്കിലും അല്ലാത്ത ദിവസമാണെങ്കിലും ആ ഒരു സ്ലീപ്പ് ഹൈജീൻ, ആ ഒരു ഫിക്സഡ് ടൈം നമ്മൾ പാറ്റേൺ ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ ശരിയായിട്ടുള്ള ഉറക്കം അവർക്ക് കൊടുക്കുന്നതിന്. പിന്നെ ഇങ്ങനെ ഉറങ്ങേണ്ട വേറൊരു കാര്യം, കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ ഉറങ്ങേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മെമ്മറി നമുക്ക് ഈ എന്തെങ്കിലും ഇതിലുണ്ടാവുന്ന മെമ്മറിയിൽ പഠിക്കുന്നതൊക്കെ ഓർക്കുക, ലേണിംഗ് ആൻഡ് മെമ്മറി. ഇതിന് ഏറ്റവും സഹായിക്കുന്നത് പഠിച്ചു കഴിഞ്ഞിട്ട് അത് ബ്രെയിനിൽ
ഈ മെമ്മറി എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത് ഇത് ഈ ഉറക്കുന്ന സമയത്താണ് ഇത് കൂടുതൽ കൺസോൾഡേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് സംഗതികൾ നമ്മൾ പഠിക്കുന്നു, പക്ഷേ ഇത് ബ്രെയിനിൽ സൂക്ഷിക്കണം. ബ്രെയിനിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ അത് കുറച്ച് പ്രോസസ്സിങ് നടക്കുന്നുണ്ട്, ബ്രെയിനിൻ്റെ പല ഭാഗങ്ങളിൽ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഇത് ബ്രെയിനിൽ കൺസോൾഡേറ്റ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് കൺസോൾഡേറ്റ് ചെയ്യണം. കൺസോൾഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം. നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ നമുക്ക് ഓരോ ഡേറ്റ ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പോലെ ബ്രെയിനിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം. സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് മാത്രമല്ല, ഇത് ആവശ്യമുള്ളപ്പോൾ ഇത് ഒരു ലോങ് ടേം മെമ്മറിയിൽ ഇത് സ്റ്റോർ ചെയ്യണം. അത് ആവശ്യമുള്ളപ്പോൾ നമുക്ക് റിക്കോൾ ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം, അത് പിന്നെ വീണ്ടും ഇതിലിട്ട് സ്റ്റോർ ചെയ്യണം. ഇങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഈ പഠന സമയത്ത് നടക്കുന്നുണ്ട്. ഇത് നടക്കുന്നത് സാധാരണ ഉറങ്ങുന്ന സമയത്താണ്, പ്രത്യേകിച്ച് ഈ NREM സ്ലീപ്പിലാണ്. അപ്പോൾ അത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ കുട്ടികളെ ഉറക്കുക എന്നുള്ളതും പരീക്ഷയ്ക്ക് അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് നേരത്തെ തന്നെ സമയം കൊടുത്ത് കുട്ടികളെ നമ്മൾ പ്രിപ്പയർ ചെയ്യിക്കുക. പരീക്ഷയുടെ തലേ ദിവസം കൂടുതൽ സമയം ഉറക്കമൊഴിച്ച് പഠിക്കുന്നതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. കാരണം ഇത് ഉറക്കമൊഴിച്ച് പഠിച്ചാലും നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും. പക്ഷേ പരീക്ഷയ്ക്ക് നമുക്ക് ശരിക്കും വളരെ ഈസി ആയിട്ട് ഇപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ അത് ആ സ്ഥലത്ത് എത്താൻ 2 വഴിയുണ്ടാവും. വളരെ എളുപ്പമുള്ള വഴിയുണ്ടാവും, വളരെ കുറച്ചും കൂടി വളഞ്ഞ വഴിയുണ്ടാവും. അപ്പോൾ ഈ ഒരു കുട്ടി ശരിയായിട്ട് ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ ഈ ലേണിങ്ങിൻ്റെയും മെമ്മറിക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ബ്രെയിനിലൊരു സെൻറ്റർ ഉണ്ട്. ആ സെൻറ്ററിന് ഹിപ്പോ ക്യാമ്പസ് എന്നാണ് പറയുന്നത്. ആ ഒരു സെൻറ്റർ നമുക്ക് ഇതിൻ്റെ ശരിയായുള്ള പ്രവർത്തനത്തിന് ഉറക്കം വളരെ അത്യാവശ്യമാണ്. അവിടെയാണ് ഇതൊക്കെ ഈ മെമ്മറിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അത് ഉറങ്ങിയില്ലെങ്കിൽ അതിനകത്ത് ശരിക്കുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടാവില്ല. അതേസമയത്ത് നമ്മുടെ മറ്റ് ബ്രെയിനിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള ഈ ഇതുണ്ടാവും, പക്ഷെ അത് കൂടുതൽ ബുദ്ധിമുട്ടായിട്ടും കൂടുതൽ കുട്ടിക്ക് വളരെ ബുദ്ധിമുട്ടിയിട്ട് മറ്റ് ഈ പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ നമ്മൾ ഒരു ശരിയായ രീതിയിൽ അവർ പഠിച്ച് അത് ആ ഒരു പഠിച്ചത് മുഴുവൻ അവർക്ക് ഒരു പരീക്ഷയ്ക്ക് അവർ ആ ഒരു ശരിയായ രീതിയിലൊരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ശരിയായിട്ട് രാത്രി പരീക്ഷാ സമയത്തുള്ള ദിവസങ്ങളിൽ അവർ ശരിയായി കിടന്ന് ഉറങ്ങണം. അത് വളരെ അത്യാവശ്യമാണ്. പല ആളുകളും പഠിക്കുന്ന സമയത്ത് ചെയ്യാത്തതാണ്. ഇപ്പോൾ നമ്മൾ കുട്ടികളെങ്കിലും നമ്മൾ അത് പഠിപ്പിച്ച് ശീലിക്കണം. അത് ശരിയായിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് ലഭിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ, താങ്ക് യു സുപ്രിയ. പക്ഷേ ഇതുപോലെ പലപ്പോഴും എസ്പെഷ്യലി ഹയർ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ തലേദിവസം രാത്രി എക്സാമിന് തലേദിവസം ഇരുന്നായിരിക്കും പഠിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം മുമ്പ് ചിലപ്പം പകുതി പഠിച്ചതൊന്നും ഓർമ്മ കാണാത്തൊരു സിറ്റുവേഷൻ വരും. ഡോക്ടർ, അപ്പോൾ അതുപോലെ ഡോക്ടർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, സ്ലീപ്പ് ഡിസോർഡേഴ്സിനെ കുറിച്ച്. അതിൽ ഡോക്ടർ നൈറ്റ് ടെററിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ നൈറ്റ് ടെററാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ വേറൊരു ഇതാണ് ഈ കൺഫ്യൂഷണൽ അറൗസിങ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഭവമുണ്ട്. ഇത് ഈ കുട്ടി ഈ നൈറ്റ് ടെറർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുട്ടി പെട്ടെന്ന് എഴുന്നേൽക്കുന്നു, കരയുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലുള്ള ഈ വേർപ്പോ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റോ ഒന്നും ഉണ്ടാവില്ല. ഒരു 10-20 മിനിറ്റ് നേരം കരഞ്ഞ് കുട്ടി ഉറങ്ങും. പക്ഷേ ഈ സമയത്ത് മറ്റേ നൈറ്റ് ടെറർ നമ്മൾ പറഞ്ഞ പോലെ കുട്ടിയെ നമുക്ക് വിളിച്ചുണർത്താൻ സാധിക്കുന്നില്ല, കൺസോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇതാണ് നൈറ്റ് കൺഫ്യൂഷണൽ അറൗസിംഗ് എന്ന് പറയുന്ന ഇത്. പിന്നെ മറ്റൊന്ന് ഇതേപോലെ തന്നെ ഇതിന് ഈ ഒരു നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ആരാ സംസാരിക്കുന്നേ? ആര്യ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ 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 ഡോക്ടർ. പറയൂ. എന്റെ പേര് ആര്യ. ഞാൻ എന്റെ മോളുടെ കാര്യം അറിയാൻ വേണ്ടിട്ടായിരുന്നു വിളിച്ചത്. മോളാണോ അങ്ങനെ കരയുന്നത്, സംസാരിക്കുന്നത്? ശരി ശരി, പറയൂ. എന്തേ? 1 വയസ്സുള്ള കുഞ്ഞ്, 1 വയസ്സ് കഴിഞ്ഞു. ഇപ്പം 3 ദിവസമേ ആയുള്ളൂ. അവൾ ഒരു ആഹാരവും കഴിക്കുന്നില്ല, ഒന്നും തന്നെ. എത്ര കിലോ ഉണ്ട് അവളിപ്പോ? അവൾക്ക് ഇപ്പൊ 8.5 കിലോ. 8.5 കിലോ ഉണ്ട്. പ്രസവിച്ചപ്പോ എത്ര തൂക്കം ഉണ്ടായിരുന്നു? 3,300 ഉണ്ടായിരുന്നു. 3,300. അപ്പൊ നമ്മളിപ്പോ ഒരു 9 കിലോ 8.5 കിലോ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോ ഇപ്പോ 2 കാര്യമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ ആദ്യത്തെ 1 കൊല്ലം എന്ന് പറയുന്നത് ഈ സമയം ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇപ്പോൾ അതായത് ഒരു 3 കിലോ ഉള്ള കുട്ടി 9 കിലോ ആകുമ്പോൾ 6 കിലോ ആണ് കൂടുന്നത് അവിടെ, അല്ലേ? അപ്പോ അത് ഇനി അടുത്ത ഒരു വയസ്സ് മുതൽ 2 വയസ്സ് വരെ 3 കിലോ കൂടുള്ളൂ. 1 വയസ്സ് മുതൽ അത് 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെ 3 കിലോ കൂടുള്ളൂ. അപ്പം നേരത്തെ ഈ 1 വയസ്സിൽ കൂടിയതിൻ്റെ പകുതിയെ കൂടുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓരോ വയസ്സിലും ഓരോ കൊല്ലവും 2 കിലോ വെച്ചേ കൂടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിയോളജിക്കലായിട്ട് അത് കുട്ടിയുടെ വേണ്ട കുറച്ചൊരു കുറഞ്ഞ ഭക്ഷണമാണ്. അപ്പോൾ ശരീരത്തിലെ കുട്ടിക്കൊരു ഫിസിയോളജിക്കൽ എന്ന് പറയുന്നത്, അതായത് ബോഡിയുടെ ഒരു പ്രവർത്തനം പോലെ തന്നെ കുട്ടിക്ക് കുറച്ചൊരു ഇത് കുറയും, വിശപ്പ് ഇത്തിരി കുറയാൻ സാധ്യതയുണ്ട് കേട്ടോ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടി നടന്നു തുടങ്ങിയോ?
പിടിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുട്ടിക്ക് പിടിച്ചാലേ അഴിഞ്ഞു പോവാൻ നീന്തി തുടങ്ങുക, ഇതൊക്കെ ഈ ഒരു സമയത്ത് ചുറ്റുഭാഗം എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ് കുട്ടിയുടെ ഇനി അടുത്ത ഏറ്റവും ഭക്ഷണത്തിനേക്കാളും കുട്ടിക്ക് പ്രയോറിറ്റി എന്ന് പറയുന്നത് കുട്ടി സ്ഥലങ്ങൾ മറ്റേ കോരൊന്ന് കണ്ടുപിടിക്കാതെ എക്സ്പ്ലോർ ചെയ്യുക, അത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കുട്ടികൾ. അത് ടെസ്റ്റ് ചെയ്യുന്നത് അത് വായിലിട്ടിട്ടൊക്കെ ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്ന കുട്ടികൾ. അപ്പോൾ ഇതാണ് അടുത്ത ഒരു സ്റ്റേജ് എന്നാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ കുട്ടിയെ ഈ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ കുട്ടിയെ നമുക്ക് ഈ 1 വയസ്സ് വരെ ഭക്ഷണം കൊടുത്തിരുന്ന പോലെ കൊടുക്കാൻ സാധിക്കില്ല. 2 കാര്യം അപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. ഒന്ന്, കുട്ടിയുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണ കാര്യത്തിന് അത്ര ശ്രദ്ധ ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, ഫിസിയോളജിക്കലായിട്ട് തന്നെ വിശപ്പ് ഇത്തിരി കുറയും. അപ്പോൾ അതുകൊണ്ട് കുട്ടിയെ വളരെ ഫോഴ്സ് ചെയ്തിട്ട് ഭക്ഷണം കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. എന്നാൽ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് ആ സമയം നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഒരു പ്ലസൻറ്റബിൾ ആക്കി കുറച്ചും കൂടി കുട്ടിക്ക് സന്തോഷം ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു രീതിയിൽ ഇത് ചെയ്യുക. അപ്പോൾ വളരെ ഫോഴ്സ് ചെയ്തിട്ട് കുട്ടിയെ ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് കുറഞ്ഞോളൂ. ഇപ്പോൾ ഈ വെയിറ്റ് യാതൊരു കുഴപ്പമില്ല. കുട്ടിക്ക് പെട്ര 9 കിലോ ആണ് നമ്മൾ ഒരു വയസ്സാകുമ്പോൾ ഉണ്ടാവേണ്ടത്. ആ കുട്ടിക്ക് ഉണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു ആര്യ. ഡോക്ടർ, അടുത്ത മിഴിയോരത്തിലൊരു ബ്രേക്കാണ്. സ്ലീപ്പ് ഡിസോർഡർ ഇൻ ചിൽഡ്രൻ, ഇതിനെക്കുറിച്ചാണ് ഡോക്ടർ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. സീ യു ഓൾ ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.